ലോറിയിൽ നിന്നും കരിങ്കൽ തെറിച്ച് വീണ് പരിക്കേറ്റ വിദ്യാർത്ഥി മരണപ്പെട്ടു എന്ന ദുഃഖവാർത്തയാണ്. തിരുവനന്തപുരം മുക്കോലയിൽ രാവിലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. BDS വിദ്യാർത്ഥി അനന്തുവാണ് മരിച്ചത്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനാസ്ഥയുണ്ടായിട്ടുണ്ട്. വലിയ അളവിൽ പരമാവധിക്കും അപ്പുറത്തേക്ക് ലോഡ് കയറ്റി പോകുന്നു എന്ന പരാതിയൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. AK സ്റ്റെഫിൻ സംഭവ സ്ഥലത്തുണ്ട്. സ്റ്റെഫിൻ, വലിയ അനാസ്ഥയുണ്ടായിട്ടുണ്ട്. നാട്ടുകാരൊക്കെ ഇത് പരാതിയായി ഉയർത്തുന്നു. നേരത്തെയും ഇത്തരത്തിൽ പരിധിയിൽ കവിഞ്ഞ് ലോഡുമായി വാഹനങ്ങൾ പോകുന്നു, യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കുന്നില്ല, അതൊക്കെയാണ് ഒരു ജീവൻ പിരിയാൻ ഇടയാക്കിയത് എന്നാണ് പറയുന്നത്. എന്തൊക്കെ പ്രതിഷേധങ്ങൾ നടക്കുന്നു? മൃതദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞുവോ? പ്രജീഷ്, പലപ്പോഴും ഇത്തരത്തിൽ അപകടങ്ങൾ ഈ സ്ഥലത്ത് ഉണ്ടാകുന്നത് പതിവാണ് എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഇന്ന് ഒരു യുവാവിൻ്റെ ദാരുണമായ മരണവും ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയും ഇത്തരത്തിൽ പല അപകടങ്ങൾ ഇതുമായി ഈ റോഡിൽ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ പലപ്പോഴും പോലീസിനെയോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവരെയൊക്കെ അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ അദാനിയുടെ അധികൃതരുമായൊക്കെ അറിയിക്കുമ്പോൾ കൃത്യമായി ഇതൊന്നും തന്നെ പരിഹരിക്കാൻ എന്നുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഇപ്പോൾ ഏതായാലും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അദാനിയുടെ ഈ ഓഫീസിന് മുന്നിലേക്ക് പ്രവർത്തകർ ഇങ്ങനെ തടിച്ചുകൂടി എത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം. ഈ കാണുന്ന ഗേറ്റിനപ്പുറത്തേക്കൊന്നും തന്നെ പോകാൻ ഈ പ്രതിഷേധക്കാർക്ക് കഴിയില്ല. പക്ഷേ അതൊക്കെ മറികടന്ന് പോകാനുള്ളൊരു ശ്രമം ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പോലീസ് അത് തടയുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ ഈ മരിച്ച അനന്തുവിൻ്റെ മൃതദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം നാളെ ആയിരിക്കും ഒരുപക്ഷെ ഇതുമായി പോസ്റ്റ്മോർട്ടം നടപടികൾ. പകൽ സമയങ്ങളിൽ ലോഡ് കയറ്റി ടിപ്പറൊക്കെ പോകുമ്പോൾ ചില മാനദണ്ഡങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ അളവാണ്. ഇത് ലോഡ് കയറ്റുന്നതിന്റെ പരമാവധി ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ മൂടിയൊക്കെ ഇട്ടാണ് കൊണ്ടുപോകേണ്ടത്. ഈ മണലൊക്കെ ആണെങ്കിൽ പാറയാകുമ്പോൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതൊന്നും സ്വീകരിച്ചിട്ടില്ല. അധികാരിയുടെ മുന്നിലൂടെ പോലീസിന്റെ അല്ലെങ്കിൽ ചെക്കിംഗ് വാഹനങ്ങളുടെയൊക്കെ മുന്നിലൂടെയൊക്കെയാണ് ഇവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണോ നാട്ടുകാർ പറയുന്നത്? പ്രജീഷ്, ഏറ്റവും പ്രധാനമായും ഇത്തരത്തിൽ ഈ വലിയ ലോറിയിലാണ് ഈ പാറകളൊക്കെ തന്നെ കൊണ്ടുപോകുന്നത്. വലിയ ലോറിയിൽ ഇങ്ങനെ പാറകൾ കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട ഒരു മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്നടക്കം നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ രാത്രി സമയങ്ങളിലൊക്കെ ഒരു പക്ഷേ ഈ വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ ഈ ചെറിയ റോഡുകളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല അപകടങ്ങളും ഒഴിവാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ അതിനൊന്നും തയ്യാറാകുന്നില്ല. 24 മണിക്കൂറും ഇത്തരത്തിൽ ഇടതടവില്ലാതെ വാഹനങ്ങൾ പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രത്യേകിച്ചും ഇത്തരത്തിൽ അമിത ലോഡുമായാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ പലപ്പോഴും പോകുന്നത്. അതാണ് ഈ അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. നമുക്ക് ആ സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഒരു താരതമ്യേന ചെറിയ പാറക്കഷ്ണമാണ് വാഹനത്തിൻ്റെ ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്നത്. അത് പരിധിയിൽ കവിഞ്ഞ് കൊണ്ടുള്ള ഈ ലോഡായതിനാലാണ് ഇത്തരത്തിൽ ഈ വലിയ ലോറി ഖട്ടറിൽ വീഴുകയും തുടർന്ന് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന പാറക്കഷ്ണം തെറിച്ച് ഈ യുവാവിൻ്റെ തലയിലേക്ക് വന്ന് പതിക്കുകയും ചെയ്തത്. വലിയൊരു പാറക്കഷ്ണമായിരുന്നു. ആ പാറക്കഷ്ണം വന്ന് യുവാവിൻ്റെ തലയിൽ വീണതോടുകൂടി ആ ഹെൽമെറ്റ് അടക്കം തകർന്നു. അങ്ങനെയാണ് സമീപത്തുണ്ടായിരുന്ന മതിലിലേക്ക് ഇടിച്ച് കയറിയായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നത്. വലിയ ശബ്ദമൊക്കെ കേട്ടതോടുകൂടി നാട്ടുകാർ ഓടി വന്ന് നോക്കുമ്പോഴേക്കും യുവാവ് തറയിൽ വീണ് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതോടൊപ്പം ഈ യുവാവിനെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നാട്ടുകാർ ശ്രമിച്ചു. അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് വേണ്ടി മൃതദേഹം മാറ്റിയിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ നമ്മൾ തത്സമയം കാണുന്നത് ഈ വിഴിഞ്ഞം പോർട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എത്തിയിരിക്കുന്നു. ഈ ഗേറ്റിനടിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. പോലീസ് തടയുകയാണോ? എത്രത്തോളം പ്രവർത്തകരുണ്ട് ഈ സംഘത്തിൽ?
പ്രജീഷ്, ഒരു 20ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ പോർട്ടിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ പോർട്ടിൻ്റെ മുൻവശത്ത് ഗേറ്റ് അടച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിയിലൂടെ ചെറിയ ഒരു സ്ഥലം ഉണ്ട്. അതിലൂടെ നുഴഞ്ഞു കയറി പോകാനുള്ള ശ്രമമാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഇവർ പ്രതിഷേധം ഈ വിഴിഞ്ഞം പോർട്ട് അധികാരികളെ അറിയിക്കുക എന്നൊരു ആവശ്യവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. അങ്ങനെ ഇതിന് അകത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം ഈ പോലീസ് ഇടപെട്ട് തടയുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും സ്ഥലത്ത് ഇപ്പോഴും സംഘർഷം ഒഴിഞ്ഞിട്ടില്ല. ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്.